നൂറ്റാണ്ടുകളായി അഞ്ചുവിളക്കിൻ്റെ നാട്ടിൽ വിദ്യയുടെ വിത്ത് വിതറി മൂല്യങ്ങളുടെ മരമുയർത്തി സംസ്കാരത്തിൻ്റെ സൂര്യൻ തെളിയിച്ച് അക്ഷരദീപങ്ങൾ അണയാതെ മുന്നോട്ട് നയിക്കുന്ന ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ് LP സ്കൂൾ 132ാമത് വാർഷികം ആഘോഷിക്കുന്നു. അക്ഷരനഗരിയുടെ അക്ഷരവിപ്ലവത്തിന് അരികുകൾ പാകിയ നമ്മുടെ വിദ്യാലയം അക്ഷരം തേടിയെത്തിയ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അഭയമരുളി. സമത്വവും സർഗാത്മകതയും സമന്വയിപ്പിച്ച് ഇനിയും വരും തലമുറകൾക്കായി അക്ഷരഹസ്തങ്ങൾ വിരിച്ച് നിലകൊള്ളുന്നു. വർത്തമാന കാലഘട്ടത്തിൽ തുല്യതയും ബഹുസ്വരതയും ഉയർത്തിപ്പിടിച്ച് സാങ്കേതിക സൗഹൃദങ്ങളായ ക്ലാസ് മുറികളിൽ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസമൊരുക്കി പ്രത്യാശയുടെ പച്ചത്തുരുത്തായി പ്രതീക്ഷയുടെ തിരുനാളമായി ഈ വിദ്യാലയം എന്നും പ്രശോഭിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് 2025-26 അധ്യയന വർഷത്തെ ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ് LP സ്കൂളിൻ്റെ പ്രവർത്തന റിപ്പോർട്ട് ഏറെ ആദരവോടെ അംഗീകാരത്തിനായി പൊതുജന സമക്ഷം സമർപ്പിക്കുന്നു. വിശുദ്ധ യൗസേപിതാവിന്റെ കൃപാകടാക്ഷത്താൽ ദൈവിക ചൈതന്യം തുളുമ്പുന്ന ഈ വിദ്യാലയമുറ്റത്ത് 238 വിദ്യാർത്ഥികളും 12 അധ്യാപകരും 3 സ്പെഷ്യൽ അധ്യാപകരും ഹെഡ് മിസ്ട്രസ് റെവറൻഡ് സിസ്റ്റർ മെറീന CMCയുടെ നേതൃത്വത്തിൽ അധ്യയന മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്നു. പ്രവേശനോത്സവം അക്ഷരമാണ് അറിവെന്നും അറിവ് ആഘോഷമാണെന്നും ഉദ്ബോധിപ്പിച്ചുകൊണ്ട് വർണ്ണാഭമായ പരിപാടികളുമായി പ്രവേശനോത്സവത്തോടെ ജൂൺ 2-ന് പുതിയ അധ്യയന വർഷം ആരംഭിച്ചു. തോരണങ്ങളും ബലൂണുകളും കൊണ്ട് അലങ്കൃതമായ സ്കൂൾ അങ്കണത്തിൽ പ്രവേശനോത്സവം ബഹുമാനപ്പെട്ട വാർഡ് കൗൺസിലർ ശ്രീമതി ബീന ജോബി ഉദ്ഘാടനം ചെയ്തു. മികവിന്റെ മാറ്റുരച്ച നിമിഷങ്ങൾ. ചങ്ങനാശ്ശേരി ഉപജില്ലാതലം ശാസ്ത്രമേളയിൽ ഓവറോൾ ഫസ്റ്റും പ്രവൃത്തി പരിചയമേളയിൽ ഓവറോൾ സെക്കൻഡും നേടി ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ സെക്കൻഡ് നമ്മുടെ കുട്ടികൾ കരസ്ഥമാക്കി. അറബിക് കലോത്സവത്തിൽ തുടർച്ചയായി 6ാം തവണയും ഫസ്റ്റ് ഓവറോൾ കരസ്ഥമാക്കി നമ്മുടെ കുട്ടികൾ സ്കൂളിന് അഭിമാനമായി മാറി. ചങ്ങനാശ്ശേരി ഉപജില്ലാ കായികമേളയിൽ ഫസ്റ്റ് ഓവറോളും ചങ്ങനാശ്ശേരി അതിരൂപത KCSL കലോത്സവത്തിൽ സെക്കൻഡ് ഓവറോളും കരസ്ഥമാക്കി നമ്മുടെ കുട്ടികൾ മികവ് തെളിയിച്ചു. തുരുത്തി സെന്റ് മേരീസ് UP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിൽ മികച്ച വിജയം നേടാൻ നമ്മുടെ സ്കൂളിന് കഴിഞ്ഞു. ഫ്യൂച്ചർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ആരോൺ അനീഷ് പ്രോമിസിംഗ് പ്ലെയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. തനത് പ്രവർത്തനങ്ങൾ. കുട്ടികളിൽ പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കുക, മത്സര പരീക്ഷകളിൽ ആത്മവിശ്വാസമുള്ളവരാക്കി വളർത്തുക എന്നീ ഉദ്ദേശത്തോടെ ബ്രെയിൻ വേവ് 2K26 ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. പൊതുവിജ്ഞാനം നൽകുന്ന ചോദ്യങ്ങൾ ക്ലാസ് ഗ്രൂപ്പുകളിൽ നൽകി ക്ലാസ് തല മത്സരവും സ്കൂൾ തല മത്സരവും നടത്തി. കുട്ടികളിൽ സർഗാത്മക ശേഷിയും ഭാഷാശേഷിയും വികസിപ്പിക്കുവാൻ പര്യാപ്തമായ നമ്മുടെ സ്കൂൾ റേഡിയോ കുട്ടികളുടെ മികവിന്റെ മികച്ച ഉദാഹരണമായി തുടരുന്നു. 1-2 ക്ലാസ്സുകളിലെ പെൺകുട്ടികൾക്കായി ഒരു ബുൾബുൾ യൂണിറ്റ് പരിശീലനം ലഭിച്ച സിസ്റ്റർ ശോഭിതയുടെ നേതൃത്വത്തിൽ വളരെ സജീവമായി നടന്നുവരുന്നു. കുട്ടികളിൽ ദാനശീലവും സഹജീവികളോടുള്ള അനുകമ്പയും വളർത്തുവാൻ മല്ലപ്പള്ളി കാരുണ്യ ഭവനിലെ സഹോദരങ്ങൾക്കായി എല്ലാ കുട്ടികളും വീട്ടിൽ തയ്യാറാക്കിയ പൊതിച്ചോർ കൊണ്ടുവന്ന് നൽകി. കുട്ടികളിലെ കലാവാസനകളെ കണ്ടെത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി എല്ലാ വെള്ളിയാഴ്ചയും സർഗാത്മക കോർണറുകൾ ക്ലാസ് മുറികളിൽ സംഘടിപ്പിച്ചു. കുട്ടികളിൽ അന്തർലീനമായിരിക്കുന്ന സർഗവാസനകളെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള വൈവിധ്യമാർന്ന അവസരങ്ങൾ വിവിധ ദിനാചരണങ്ങളിലൂടെ നൽകുന്നുണ്ട്. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ചങ്ങാതിക്കൊരു മരം പദ്ധതി, പരിസ്ഥിതി ദിന ക്വിസ്, പോസ്റ്റർ നിർമ്മാണം എന്നീ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. കുട്ടികളിൽ ദേശസ്നേഹം ഉണർത്തി സ്വാതന്ത്ര്യദിനം ഏറെ ആവേശത്തോടെ ആഘോഷിച്ചു. സ്വാതന്ത്ര്യദിന റാലി സ്കൂൾ അങ്കണത്തിൽ നിന്ന് ചങ്ങനാശ്ശേരി മാർക്കറ്റ് റോഡിലൂടെ നടത്തപ്പെട്ടു. സ്വാതന്ത്ര്യദിന സന്ദേശം പ്രഥമ അധ്യാപിക സിസ്റ്റർ മെറീന CMC നൽകി. ദേശഭക്തിഗാന മത്സരവും പ്രസംഗ മത്സരവും സംഘടിപ്പിച്ചു. വായനാ ദിനാചരണം. വായനാ ദിനത്തിൽ ശ്രീ ജിമ്മി പടനിലത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്തു. KCSL ജീസസ് കിഡ് പ്രവർത്തന വർഷവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും സ്കൂൾ മാനേജർ റെവറൻഡ് സിസ്റ്റർ ലിസ കുര്യൻ നിർവഹിച്ചു. ശിശുദിനത്തിന്റെ ഭാഗമായി മീഡിയ വില്ലേജിൽ നടത്തിയ കുട്ടി ചാച്ചാജി എന്ന പരിപാടിയിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുത്തു. കുട്ടി ചാച്ചാജിയായി 4ാം ക്ലാസ്സിലെ ഐഷത്തിനെ തിരഞ്ഞെടുത്തു. നമ്മുടെ സ്കൂളിലെ കുട്ടികൾ ശിശുദിന പരിപാടികൾ റേഡിയോയിലൂടെ അവതരിപ്പിച്ചു. നാടൻ പലഹാരമേള.
പലഹാര കൊതിയന്മാർ എന്ന പേരിൽ നാടൻ പലഹാരമേള നടത്തപ്പെട്ടു. കുട്ടികൾ വീടുകളിൽ നിന്നുണ്ടാക്കിക്കൊണ്ടുവന്ന വ്യത്യസ്തമായ പലഹാരങ്ങളുടെ പ്രദർശനം നടന്നു. നവംബർ 27-ാം തീയതി 1-2 ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി ആലപ്പുഴയിലേക്ക് പഠനയാത്ര നടത്തി. 95 കുട്ടികളും 8 അധ്യാപകരും വിനോദയാത്രയിൽ പങ്കെടുത്തു. ഓണാഘോഷത്തിന്റെ ഭാഗമായി അത്തപ്പൂക്കളവും ഓണസദ്യയും ഒരുക്കി. വടംവലി, മാവേലിക്ക് വരവേൽപ്പ് തുടങ്ങി നിരവധി ആഘോഷ പരിപാടികൾ കുട്ടികൾക്ക് ഏറെ സന്തോഷം നൽകി. ചിൽ ഫുഡി 2K25 എന്ന പേരിൽ കുട്ടികൾക്കായി ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. നല്ല ഭക്ഷണം ആരോഗ്യത്തിന് എന്ന സന്ദേശവുമായി നടത്തിയ ഫുഡ് ഫെസ്റ്റ് തനിമ 2K25 എന്ന പേരിൽ കേരളപ്പിറവി ദിനാഘോഷം നടന്നു. കുട്ടികളുടെ മലയാളി മംഗ, മലയാളി മാരൻ മത്സരങ്ങൾ നടത്തി. ക്രിസ്മസ് ചിൽ 2K25 ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി ക്രിസ്മസ് കരോൾ, കേക്ക് കട്ടിംഗ്, പാപ്പ അറൈവൽ എന്നിവ സംഘടിപ്പിച്ചു. ഫൺ ടൂർ 2K26 ഫെബ്രുവരി 10-ാം തീയതി എറണാകുളം ഫൺടുറ ഫാൻസി പാർക്കിലേക്ക് പഠന വിനോദയാത്ര സംഘടിപ്പിച്ചു. LSS പരീക്ഷയിൽ നമ്മുടെ സ്കൂളിലെ 4 വിദ്യാർത്ഥികൾ വിജയികളായി. മുഹമ്മദ് ആദിൽ ഷാ, അനിക ജെ, ജിയന്ന ജിൻസൺ, ജുവൽ ജോഷി എന്നിവർക്ക് അഭിനന്ദനങ്ങൾ. അഖില കേരള ചാവറ ഓൺലൈൻ പ്രസംഗ മത്സരത്തിൽ അധ്യാപക വിഭാഗം ചങ്ങനാശ്ശേരി പ്രൊവിൻസ് തലത്തിൽ ശ്രീ ജോമി മാത്യു 1-ാം സ്ഥാനവും ശ്രീ സോണി സെബാസ്റ്റ്യൻ 2-ാം സ്ഥാനവും കരസ്ഥമാക്കി. വിദ്യാർത്ഥികൾക്കായി നടത്തിയ മത്സരത്തിൽ ജിയ അന്നാസ് കറിയ 1-ാം സ്ഥാനം നേടി. സംസ്ഥാന തലത്തിൽ അധ്യാപകരുടെ മത്സരത്തിൽ ശ്രീ ജോമി മാത്യു 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത് ഏറെ അഭിമാനകരമായി. നന്ദിയോടെ സെയിന്റ് ജോസഫ് LP സ്കൂളിന്റെ സമഗ്രമായ ഉന്നമനത്തിന് ചുക്കാൻ പിടിക്കുന്ന ചങ്ങനാശ്ശേരി കോർപ്പറേറ്റ് മാനേജ്മെന്റിനും സ്കൂൾ മാനേജർ റെവറൻഡ് സിസ്റ്റർ ലിസ കുര്യൻ CMCക്കും ഹെഡ് മിസ്ട്രസ് റെവറൻഡ് സിസ്റ്റർ മെറീന CMCക്കും ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളോടൊപ്പമുള്ള PTA അംഗങ്ങൾക്കും നല്ലവരായ നാട്ടുകാർ, കത്തീഡ്രൽ പള്ളി ഇടവക അംഗങ്ങൾ, കുട്ടികൾക്കായി സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയ സുമനസുകൾ, മറ്റ് അഭ്യുദയകാംക്ഷികൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. തന്റെ അനന്ത പരിപാലനയുടെ കീഴിൽ ഞങ്ങളെ സംരക്ഷിച്ച് നാളിതുവരെ കൈപിടിച്ച് നടത്തിയ സർവശക്തനായ ദൈവത്തിനും നന്ദി. സ്കൂളിന്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ യൗസേ പിതാവിനോട് മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് പൊതുജന സമക്ഷം ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു.